ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഡൽഹി എത്തി ആദ്യം ഈ കാഴ്ച തന്നെ നിങ്ങളെല്ലാവരെയും കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഹൃദയവും ഡൽഹിയുടെ ആത്മാവുമായ റെഡ് ഫോർട്ട്. അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. രാത്രി നല്ല ഉറക്കത്തിന് ശേഷം രാവിലെ ഡൽഹി തെരുവുകളിലെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ടാണ് ഞാൻ ഉണർന്നത്. ഡൽഹി ആക്റ്റീവ് ആയിരിക്കുന്നു. കൊങ്കൺ റെയിൽവേ വഴി കേരളത്തിൽ നിന്നും ഡൽഹി എത്തിയ വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടേക്കണേ. മുകളിലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നുണ്ട്. കാണാത്തവർ ഒന്ന് കാണുക. ചാനൽ ഇഷ്ടപ്പെട്ട കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി പുറത്തോട്ട് ഇറങ്ങി. ഇനി നമുക്ക് മെട്രോ പിടിക്കണം. മെട്രോയിലാണ് ഇനിയുള്ള യാത്ര. വേറെ വഴിയില്ലല്ലോ. ബൈക്ക് വീട്ടിലാണ്. ചാന്ദിനി ചൗക്ക് മെട്രോ സ്റ്റേഷനിൽ എത്തണം. അല്ലാന്നുണ്ടെങ്കിൽ ലാൽ കില മെട്രോ സ്റ്റേഷനിൽ എത്തിയാലും മതി. ഞാനുള്ളത് ബ്ലൂ ലൈനിലാണ്. അതുകൊണ്ട് എനിക്ക് ചാന്ദിനി ചൗക്കാണ് ഒന്നുകൂടെ എളുപ്പം. നിങ്ങൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ അടുത്താണ് റൂം എടുക്കുന്നതെങ്കിൽ ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനകത്ത് പോയാൽ മതി. അവിടെ നിന്ന് ചാന്ദിനി ചൗക്ക് ഒരേ ലൈനാണ്, യെല്ലോ ലൈൻ തന്നെയാണ്. ഞാൻ ഇപ്പോൾ ബ്ലൂ ലൈൻ ആയതുകൊണ്ട് എനിക്ക് യെല്ലോ ലൈൻ ചേഞ്ച് ചെയ്ത് മാറണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഡൽഹി മെട്രോയിൽ പച്ച, നീല, മഞ്ഞ, ചുവപ്പ് എന്ന് പറഞ്ഞ് നല്ല മഴവിൽ കളർ മെട്രോ ലൈൻസുകളുണ്ട്. വഴി തെറ്റാതെ നോക്കുക. ചാന്ദിനി ചൗക്ക് എത്തി ആദ്യം കണ്ട കാഴ്ചയാണിത്. ചാന്ദിനി ചൗക്ക് ഒരു മാർക്കറ്റാണ് കേട്ടോ, തുണികളുടെ മാർക്കറ്റാണ്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. നേരെ റെഡ് ഫോർട്ടിലേക്ക്. ചാന്ദിനി ചൗക്ക് മെട്രോ സ്റ്റേഷനിൽ നിന്നും നേരെ നോക്കിയാൽ റെഡ് ഫോർട്ട് നമുക്ക് കാണാം. പക്ഷെ എൻട്രൻസ് ഗേറ്റ് ഒരു 1.5 കിലോമീറ്റർ ദൂരം ഉണ്ട് കേട്ടോ. ഒരു ഓട്ടോ പിടിച്ച് വേണം വരാൻ. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ. ഞാൻ ഓൺലൈൻ വഴി 35 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്തു. കേരളത്തിലെ മഴയെ പേടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെയും മഴ. ഇനിയിപ്പോൾ മഴ നനഞ്ഞ് റെഡ് ഫോർട്ട് കാണാം. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. കാരണം എൻ്റെ കൂടെ ഇല്ല. ആഴ്ചയിൽ 6 ദിവസം രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെ റെഡ് ഫോർട്ട് ഓപ്പൺ ആയിരിക്കും. തിങ്കളാഴ്ച മാത്രം അവധിയാണ്. അന്ന് വരാതിരിക്കുക. നേതാജി സുഭാഷ് മാർഗിൽ സ്ഥിതി ചെയ്യുന്ന റെഡ് ഫോർട്ടിന് 200 വർഷത്തെ മുഗൾ രാജാക്കന്മാരുടെ കഥ പറയാനുണ്ട്. ആ കഥ എനിക്കറിയുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 255 ഏക്കറിൽ നീണ്ടു നിവർന്നു നിൽക്കുന്ന ഒരു കോട്ടയാണിത്. 1638നും 48നും ഇടയ്ക്ക് ആഗ്രയിൽ നിന്നും ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയ അന്നത്തെ മുഗൾ രാജാവായ ഷാജഹാനാണ് ഇത് നിർമ്മിച്ചത്. 33 മീറ്റർ ഉയരമുള്ള മതിലുകളാണ് ഈ കോട്ടയുടെ അതിർത്തി കാക്കുന്നത്. അന്ന് ഈ കോട്ടയുടെ പേര് കിലായി മുബാറക് എന്നായിരുന്നു. ഇന്ന് ഭാരതത്തിന്റെ പരമാധികാര അടയാളമായി ഈ കോട്ട നിലകൊള്ളുന്നു. ഇന്ത്യൻ കറൻസിയുടെ ഇപ്പോഴത്തെ ഏറ്റവും മൂല്യമുള്ള 500 രൂപയുടെ പിറകിൽ ഈ കോട്ട വന്നത് എങ്ങനെയാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ചുവന്ന മൺകല്ലുകൾ കൊണ്ട് നിർമ്മിച്ചത് കൊണ്ടാണ് റെഡ് ഫോർട്ടിന് ഈ നിറം നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഇതിന്റെ ചുറ്റുമതിലുകളെല്ലാം നിർമ്മിച്ചത് വെള്ള നിറത്തിലുള്ള ലൈം സ്റ്റോണുകൾ കൊണ്ടാണ്. 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാർ മുഗൾ രാജവംശത്തിൽ നിന്നും ഈ കോട്ട പിടിച്ചെടുക്കുകയും പിന്നീട് ഈ ചുറ്റുമതിലെല്ലാം ചുവന്ന നിറത്തിലേക്ക് പെയിന്റ് അടിക്കുകയാണ് ചെയ്തത്. 2007 മുതൽ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഒന്നായി നമ്മുടെ ഈ റെഡ് ഫോർട്ടിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡ് ഫോർട്ടിന്റെ അകത്ത് കയറി എന്താണ് കാഴ്ചകളെന്ന് കാണാം. ഒരു ഒക്ടാഗണൽ ഷേപ്പിലാണ് നമ്മുടെ റെഡ് ഫോർട്ട് നിർമ്മിച്ചിരിക്കുന്നത്. പേർഷ്യൻ, തിമൂറിഡ് പിന്നെ ഇന്ത്യൻ ആർക്കിടെക്ചറുകൾ ചേർന്നിട്ടുള്ള ഒരു ശൈലിയാണ് നമ്മുടെ റെഡ് ഫോർട്ടിനുള്ളത്. ഇതാണ് ലാഹോരി ഗേറ്റ്, റെഡ് ഫോർട്ടിന്റെ മെയിൻ എൻട്രൻസ്. ഇവിടെ ഇരിക്കുന്ന ഈ ഉണ്ടയില്ല പീരങ്കിക്ക് ഒരുപാട് യുദ്ധത്തിന്റെ കഥ പറയാനുണ്ടാവും അല്ലേ? ലാഹോരി ഗേറ്റ് കഴിഞ്ഞ് നേരെ ചെല്ലുന്നത് ചാട്ടാ ചൗക്ക് അല്ലെങ്കിൽ മീനാ ബസാറിലേക്കാണ്. അതിനു മുന്നേ ഈ വലതുവശത്തിരിക്കുന്ന പ്ലേസ് എല്ലാവരും ടി വിയിലെങ്കിലും കണ്ടു കാണും. എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാർ വന്ന് ഇന്ത്യൻ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഞാൻ ഈ വീഡിയോ എടുത്തത് സ്വാതന്ത്ര്യ ദിനത്തിന് മുന്നാണ്. അതുകൊണ്ട് തന്നെ സ്വാതന്ത്ര്യ ദിനത്തിനോടനുബന്ധിച്ചുള്ള പരിപാടികൾക്കായിട്ടുള്ള സ്റ്റേജ് പണികളും വേറെ അറ്റകുറ്റപ്പണികളും ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലേക്കുള്ള പ്ലേസ് ക്ലോസ്ഡ് ആണ് കേട്ടോ. അതിനകത്ത് ആർക്കും കയറാൻ അനുവാദമില്ല. ഇനി നേരെ മീനാ ബസാറിലോട്ട് നമുക്ക് കയറാം. കയറുന്ന എൻട്രൻസിൽ തന്നെയാണ് മീനാ ബസാർ. മീനാ ബസാർ അല്ലെങ്കിൽ ചാട്ടാ ചൗക്കിനകത്ത് കൂടുതലും കരകൗശല വസ്തുക്കളും കൈത്തറി വസ്ത്രങ്ങളും ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഓരോ ഐറ്റവും നല്ല തീ പിടിച്ച വിലയാണ് കേട്ടോ. ഗേൾ ഫ്രണ്ടിനെയോ വൈഫിനെയോ കൂട്ടിയിട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടുത്തെ ഓരോ ഐറ്റവും അത്ര മനോഹരമാണ്. പോക്കറ്റ് കാലിയാവാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. നമുക്ക് കോട്ടയുടെ അകത്ത് കയറിയതും
കാണാൻ പറ്റുന്നത് മുംതാസ് മഹൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ റെഡ് ഫോർട്ട് ആർക്കിയോളജിക്കൽ മ്യൂസിയം ആണ്. മ്യൂസിയത്തിന്റെ അകത്ത് കയറാൻ 250 രൂപ എൻട്രി ഫീ ഉണ്ട്. വീഡിയോ അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ കയറിയില്ല. മുഗൾ രാജഭരണകാലത്ത് ഇവിടെ നല്ല പൂക്കളുള്ള ഗാർഡനും സുവോളജിക്കൽ ഗാർഡനും ഉണ്ടായിരുന്നു. ആ കാണുന്ന എൻട്രൻസ് ഗേറ്റിന്റെ അപ്പുറത്താണ് ദിവാനായാം എന്ന നിർമ്മിതിയുള്ളത്. ഈ കാണുന്നത് പെയിന്റിംഗ് അല്ല, എല്ലാം സ്റ്റോണുകളാണ്. ഇനി ദിവാനായാം, അവിടെ വെച്ചാണ് മുഗൾ രാജാക്കന്മാർ നാട്ടുകാരായ പ്രജകളെ അഭിസംബോധന ചെയ്തിരുന്നത്. ഇത് ദിവാൻ അയാമിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്, ഒന്നല്ല 2 പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ഞാൻ പറയാം. റെഡ് ഫോർട്ട് നിങ്ങൾ ഇതിനു മുന്നേ കണ്ടവരാണോ അല്ലെങ്കിൽ കാണാത്തവരാണോ എന്ന് കമൻ്റായിട്ട് ഇടുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒന്നാമത്തെ പ്രത്യേകത ഈ കാണുന്ന തൂണുകളാണ്. പ്രജകളെ അഭിസംബോധന ചെയ്യുന്ന രാജാവിന് ഫ്രണ്ടിലോട്ടുള്ള 180 ഡിഗ്രി കാഴ്ചയും ഈ തൂണുകൾ മറക്കുന്നില്ല എന്നാണ് ഇതിന്റെ പ്രത്യേകത. തന്റെ ഇരിപ്പിടത്തിൽ നിന്നും ഏത് സൈഡിലുള്ള പ്രജയെയും രാജാവിന് കാണാൻ പറ്റും എന്നാണ് ഇതിന്റെ പ്രത്യേകത. ഇനി രണ്ടാമത്തെ പ്രത്യേകത, ഇന്ത്യയുടെ എക്കാലത്തെയും അമൂല്യ നിധികളിൽ ഒന്നാണെന്ന് വിശ്വസിക്കുന്ന കൊഹിനൂർ ഡയമണ്ട് ഇവിടെയാണ് സ്ഥാപിച്ചിരുന്നത്. ഇവിടെ നിന്നാണ് ബ്രിട്ടീഷുകാർ അടിച്ചു മാറ്റി കൊണ്ടുപോയത്. രാജാവ് ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ മുകളിലായിട്ടാണ് കൊഹിനൂർ ഡയമണ്ട് സ്ഥാപിച്ചിരുന്നത്. ഞാൻ ഒരുവിധം നോക്കി 180 ഡിഗ്രിയിലെല്ലാം കാഴ്ചകളും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഇരുന്നിട്ടാണ് മുഗൾ രാജാക്കന്മാർ രാജഭരണം നടത്തിയിരുന്നത്. ഇതിന് നേരെ മുകളിലായിട്ടാണ് കൊഹിനൂർ ഡയമണ്ട് ഉണ്ടായിരുന്നത്. ആ കാണുന്നതാണ് റംഗ് മഹൽ, രാജാവും രാജ്ഞിയെല്ലാം താമസിച്ചിരുന്ന കെട്ടിടം. ഇതിനകത്ത് ഒരു പ്രത്യേകതയുണ്ട്. യമുന നദിയിൽ നിന്നും വെള്ളം ഇതിലൂടെ ഒഴുകാനുള്ള കനാൽ ഇതിനടിയിൽ നിർമ്മിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനോട് ചേർന്ന് ഈ കാണുന്നതാണ് ദിവാനായി ഖാസും മോത്തി മസ്ജിദും. മോത്തി മസ്ജിദ് രാജാക്കന്മാർക്ക് വേണ്ടി മാത്രമുള്ള പള്ളിയായിരുന്നു. ദിവാനായി ഖാസിൽ രാജാവും രാജഭരണത്തിലുള്ളവരും രാജാവിന്റെ ഗസ്റ്റുകളും മീറ്റിംഗ് കൂടുന്നതും താമസിക്കുന്നതും ഇവിടെയായിരുന്നു. ഈ തൂണുകളിലെ ചിത്രപ്പണികൾ എന്നെ താജ്മഹൽ ഓർമ്മപ്പെടുത്തുന്നു. ഇതൊന്നും പെയിന്റിംഗ് അല്ല, എല്ലാം സ്റ്റോണുകളാണ്. ആ പൂച്ചെടിയും പൂക്കളും എല്ലാം സ്റ്റോണാണ്. ഇത് നിർമ്മിച്ചവൻ ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ. നിർമ്മിച്ച രാജാവിനല്ല കേട്ടോ, നിർമ്മിച്ച ശില്പിക്ക്. ഇതാണ് മോത്തി മസ്ജിദ്, രാജാവിനും രാജകുടുംബങ്ങൾക്കും വേണ്ടിയുള്ള പ്രത്യേക പള്ളി. ദിവാനായി ഖാസും റംഗ് മഹലും എൻട്രി റെസ്ട്രിക്റ്റഡ് ആയിരുന്നു. അതിക്രമിച്ചു കയറിയ കുറച്ചു പേരാണ് ആ കാണുന്നത്. അവരെ വീഡിയോ എടുക്കുന്ന സെക്യൂരിറ്റിയും പുറകിലുണ്ടായിരുന്നു. നോർമലി ഇത് റെസ്ട്രിക്റ്റഡ് ആവാറില്ല, മേ ബി എന്തെങ്കിലും മെയിൻ്റെനൻസ് ആയിരിക്കാം. രാജാവിനും രാജ്ഞിക്കെല്ലാം ഇരുന്ന് ഉല്ലസിക്കാനുള്ള ഗാർഡനും അതിൻ്റെ ഇരിപ്പിടങ്ങളുമാണ് ഈ കാണുന്നത്. അതിൻ്റെ പുറകിൽ മ്യൂസിയവും കാണാം. ഒരു ദിവസം ഫുള്ളായിട്ട് റെഡ് ഫോർട്ട് മാത്രം കാണാൻ വരുന്നവർക്ക് വേണമെങ്കിൽ ഇത് ഫുള്ളായി നടന്ന് കാണാനുള്ള സമയം ഉണ്ടാവും. ഒരു ദിവസമോ 2 ദിവസമോ കൊണ്ട് ഡൽഹി കാണാൻ വരുന്നവരാണെങ്കിൽ റെഡ് ഫോർട്ടിൽ കൂടുതൽ നേരം നിൽക്കണ്ട എന്നേ ഞാൻ പറയൂ. കാരണം അത്രയും വലുതാണ്. ഏറ്റവും മെയിൻ ആയിട്ടുള്ള നിർമ്മിതികളെല്ലാം ഞാനിവിടെ കവർ ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എനിക്ക് നിങ്ങളെ കാണിക്കുവാൻ വേണ്ടി 1-2 സ്ഥലങ്ങളിൽ കൂടെ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ റെഡ് ഫോർട്ടിലെ മെയിനായിട്ടുള്ള എല്ലാ നിർമ്മിതികളും ഷൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ചിറങ്ങി. ഇനി നേരെ ജമാ മസ്ജിദിലേക്ക് പോവാം. ഇവിടുന്ന് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ ജമാ മസ്ജിദിലേക്ക്. ജമാ മസ്ജിദിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ജമാ മസ്ജിദിന്റെ എൻട്രൻസ്. ജമാ മസ്ജിദ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പള്ളിയാണ്. 1650-ൽ ഷാജഹാൻ തന്നെയാണ് ഇത് നിർമ്മിച്ചത്. ഇതിന്റെ കോർട്ട്യാർഡിന് 25,000 പേരുടെ കപ്പാസിറ്റിയും പ്രാർത്ഥനാ മുറിക്ക് 80 മീറ്റർ നീളവും 27 മീറ്റർ വീതിയും ഉണ്ട്. രാവിലെ 7 മുതൽ വൈകിട്ട് 6:30 വരെ മസ്ജിദ് ഓപ്പൺ ആയിരിക്കും. ഇടയ്ക്ക് 12 മുതൽ 1:30 വരെ പ്രാർത്ഥനാ ടൈമാണ്. അപ്പോൾ മാത്രം ക്ലോസ്ഡ് ആയിരിക്കും. ജമാ മസ്ജിദിന് പുറത്തുള്ള മാർക്കറ്റാണിത്. ഇതൊരു വലിയ മാർക്കറ്റാണ്. മാർക്കറ്റിന്റെ വീഡിയോ ഞാൻ പതിയെ ഇടാം. ഡൽഹിയിലെ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. അതിനായി ഞാൻ മെട്രോയിൽ യാത്ര തുടരുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്തൊരു കാഴ്ചയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.